ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. ഞങ്ങളോട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, വീണ്ടും അടിയങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അനേകർ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നു. കോവിഡിൻ്റെ മഹാദുരന്തത്തിൽ നിന്നും ലോക ജനതയെ രക്ഷിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അനുയോജ്യമായ പ്രതിവിധികൾ കണ്ടുപിടിക്കുവാൻ, ഇതിനനുയോജ്യമായ പ്രതിരോധങ്ങൾ കർത്താവെ സൃഷ്ടിക്കുവാൻ നീ സഹായിക്കണമെന്ന് നിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ രോഗത്താൽ വലയുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. നീ ആശ്വാസവും സൗഖ്യമായി കടന്നു ചെല്ലണമേ കർത്താവെ. രോഗനിമിത്തം കർത്താവ് ലോകത്തോട് യാത്ര പറഞ്ഞവരുടേതായിട്ടുള്ള കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദുഃഖങ്ങളൊക്കെയും കർത്താവെ നിൻ്റെ കൃപയാൽ നീ അവരെ ആശ്വസിപ്പിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശ്വാസമായി സമാധാനമായി നീ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നീ അനുഗ്രഹിക്കണമേ, നിൻ്റെ കൃപയിൽ പരിപാലിക്കണമേ. ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും നീ കാവലും കോട്ടയുമായി വഴി നടത്തണമെന്ന് നിൻ്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് അങ്ങയിലെ കൊണ്ട് ശുശ്രൂഷ തക്കവണ്ണം സഹായിക്കണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. നമുക്ക് ലഭിച്ചിരിക്കുന്ന കോവിഡ് രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അബുദാബിയിൽ നിന്ന് പോൾസൺ, ഷാർജയിൽ നിന്ന് ബ്ലസിൽ, ഫിലഡൽഫിയയിൽ നിന്ന് ജിബിൻ, അതുപോലെ ലിസി വർഗീസ്, ജിതു വർഗീസ്, ജിജു, ജസാന, ജാക്കുലിൻ ലണ്ടനിൽ നിന്നാണ്. സമ്പൂർണ്ണമായ സൗഖ്യം അവർക്ക് ലഭിക്കുവാൻ തക്കൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലിൻസി, ലിജോ, അന്നറ്റ് ദോഹയിൽ നിന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദൈവം അവരെ ഈ വലിയ യുവത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട്, രോഗബാധയിൽ നിന്ന് സമ്പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കുവാൻ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദുബായിൽ നിന്നും സന്തോഷത്തിനോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ന്യൂയോർക്കിൽ നിന്നും സജി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുവൈറ്റിൽ നിന്ന് നീനു ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലണ്ടനിൽ നിന്ന് ഡോക്ടർ സുശീൽ, അതോടൊപ്പം തന്നെ ന്യൂയോർക്കിൽ നിന്ന് മേരിക്കുട്ടി, ദുബായിൽ ബിനു തുടങ്ങിയവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവർക്ക് വേഗം സൗഖ്യം നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രിയപ്പെട്ട മോഹന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ റേഡിയേഷൻ തുടരുകയാണ്. ബലഹീനമായ അവസ്ഥയിൽ ദൈവം സൗഖ്യം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുമോളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഈ സഹോദരങ്ങൾക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കോവിഡ് രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നേഴ്സിംഗ് കെയറിലായിരിക്കുന്ന രജി മേരി, കാവ്യ, ടോണിയ, അതോടൊപ്പം തന്നെ മോളമ്മ, ശാന്തമ്മ, ഷീബ, ബീന, ജെൻസി, രേണു, റൂബി തുടങ്ങിയവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഫിലഡൽഫിയയിൽ നിന്ന് അന്ന ജോണിക്കുട്ടിയെയും ബ്രൈറ്റി ജോണിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. കനാലിൽ നിന്ന് ജിൻഡോ, ജിൻസി ഓർത്ത് പ്രാർത്ഥിക്കാം. ഷാർജയിൽ നിന്ന് സോഫിയയും ടെസ്സിയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുവൈറ്റിൽ നിന്ന് നീനു, പോൾ, സിമി, സുനിയെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദോഹയിൽ നിന്ന് ഷിബി, നോയൽ, ജിതു നോയലിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അയർലൻഡിൽ നിന്ന് സോണി ഓർത്ത് പ്രാർത്ഥിക്കാം. ഫുജറയിൽ നിന്ന് വത്സ പരി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അലീനിൽ നിന്ന് എൽസി ഓർത്ത് പ്രാർത്ഥിക്കാം. ലിസി സോണി, ലിജി, അതോടൊപ്പം ലിജി ജസ്നി ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദുബൈയിൽ നിന്ന് മായയും കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടേഴ്സിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ന്യൂയോർക്കിൽ നിന്ന് ഡോക്ടർ റീന, അതുപോലെ ലണ്ടനിൽ നിന്ന് ഡോക്ടർ ജയശങ്കർ, ഡോക്ടർ റെബേക്ക, കൂടാതെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ റിനി മേരി തോമസ്, ഡോക്ടർ മാത്യൂസ് തോമസ് എന്നിവരെ നമുക്ക് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാം. മിലനിലായിരിക്കുന്ന ജെയിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവളെ കാത്ത് സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നാഷ്വിൽ നിന്ന് ആനി നൈനൻ, റെനിറ്റ നൈനൻ എന്നിവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഫിലഡൽഫിയയിൽ നിന്നുള്ള സഹോദരൻ റോസമ്മയും കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ കോവിഡ് രോഗനിമിത്തം വേദനിക്കുന്നവരെയും
അതിൻ്റെ കെടുതികളിൽ നിമിത്തം പ്രയാസപ്പെടുന്നവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റൽസിൽ പാരാമെഡിക്കൽ സ്റ്റാഫായി ജോലി ചെയ്യുന്നവരുണ്ട്, സോഷ്യൽ വർക്കേഴ്സായി ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല തലങ്ങളിൽ ഈ രോഗികളുടേതായിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടിയും ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവരുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും കാവൽക്കാരനായി അവരെ സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളിവിടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഈ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങ് അവർക്ക് കാവൽക്കാരനായിരിക്കണമേ. കർത്താവെ, ഈ മഹാഗതിയിൽ അവരെ നീ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഈ രോഗികളെ ശുശ്രൂഷിക്കുവാൻ നിർബന്ധിതരായിരിക്കുന്നു. ആ അവസ്ഥയിൽ കർത്താവെ, നീ തന്നെ അവർക്ക് പലകയും പരിചയം അവരെ കാത്തു സൂക്ഷിച്ചുകൊള്ളണമേ. അഗ്നിമതിലാൽ നീ അവരെ സൂക്ഷിക്കണമേ. അനേകർക്ക് ആശ്വാസവും സൗഖ്യവും പകരുവാൻ കൂടുതൽ അവരെ എടുത്ത് ഉപയോഗിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. കൂടാതെ കർത്താവെ, അനേക സഹോദരങ്ങൾ പലവിധ ആവശ്യങ്ങൾക്കായിട്ട് അനേക പ്രാർത്ഥനാവശ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരെയൊക്കെയും അങ്ങ് ആശ്വസിപ്പിക്കുകയും സമാധാനത്തെ നയിക്കുകയും നടത്തുകയും ചെയ്യണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ കെടുനിമിത്തം ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, നീ അവരെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് പുതിയ വാതിലുകൾ തുറക്കുവാൻ നീ പ്രസാദിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം താളപ്പിഴയിലായിരിക്കുന്നവരുണ്ട്, അവരെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാട്ടിലേക്ക് മടങ്ങി വരുവാൻ നിർബന്ധിതരായിട്ടുള്ളവരുണ്ട്, അവരെ നീ ഓർക്കണമേ. ഈ COVID-19 കെടുതികൾ മൂലം കർത്താവെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നീ അവർക്ക് ആശ്വാസവും പ്രത്യാശയുമായി മുൻപോട്ട് പോകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബന്ധപ്പാടുകളും ബുദ്ധിമുട്ടുകളുമായിട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട്, നാട്ടിലേക്ക് വരാൻ മാർഗമില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ നീ വഴികാട്ടിയായി അത്ഭുത മന്ത്രിയായി വീരനാം ദൈവമായി അവർക്ക് വേണ്ടതെല്ലാം നൽകി പരിപോഷിപ്പിച്ച് അവരെ സമാധാനത്തോടെ നയിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവർക്ക് കാവൽക്കാരനും കോട്ടയം വഴി നടത്തണമേ. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് 7 അങ്ങയിലെ കൊണ്ട് ശുശ്രൂഷയിപ്പം കോണം കൃപയാൽ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. COVID-19 ഭയാനകമായ കെടുതിയിൽ ഏതാണ്ട് 2.25 ലക്ഷം ജനങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം ഏതാണ്ട് 40 ലക്ഷത്തിനോടധികം ജനങ്ങളെ ഈ കെടുതി ബാധിച്ചിരിക്കുന്നു എന്നതാണ് അനൗദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഇത് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പിടിച്ചു നിർത്തുവാൻ തക്കതിനൊന്നും ഒരു രാജ്യത്തിനും വ്യക്തമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ പശ്ചാത്തലത്തിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇതിനെ തരണം ചെയ്യുവാൻ തക്കവണ്ണം കഴിയാതെ നിസ്സഹായരായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൽ എല്ലാവിധ മാർഗങ്ങളും അടയുമ്പോൾ മറുപടി ലഭിക്കാത്ത അവസ്ഥയിൽ തങ്ങൾ ആശ്രയം വെച്ച സർവ കാര്യങ്ങളും പരാജയപ്പെടുമ്പോൾ അവസാനമായി മനുഷ്യൻ പരീക്ഷിച്ച് നോക്കുന്ന ദൈവത്തെയാണ്. ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾക്കോ ആധുനിക ആശുപത്രികൾക്കോ അപ്രകാരമുള്ള ആധുനിക ഗവേഷണ ശാസ്ത്രത്തിനോ ഒന്നും തന്നെ കോവിഡിനെക്കുറിച്ച് യാതൊന്നും മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ പലതും മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും അതിനെ നിശേഷം കീഴടക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുവാൻ കഴിയാതെ, അതിനെ പ്രതിരോധിക്കുവാൻ കഴിയാതെ, അതിൻ്റെ പ്രതിവിധികൾ കണ്ടുപിടിക്കുവാൻ കഴിയാതെ മുൻപോട്ട് പോകുന്ന ദിവസങ്ങളിലൂടെയാണ് നാം ആയിരിക്കുന്നത്. നമുക്ക് ഈ തരുണത്തിൽ ഞാൻ പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിൻ്റേതായിട്ടുള്ള ആശ്രയം പ്രാർത്ഥനയാണ്. ദൈവത്തോട് സദാ പ്രാർത്ഥിച്ച് ഈ വലിയ പ്രതിസന്ധിയെ കീഴടക്കുവാൻ തക്കവണ്ണം ദൈവജനത്തിന് കഴിയണം. ദൈവത്തിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുഭവിച്ചറിയുവാൻ തക്കതിനുവണ്ണം ഒരു സമൂഹത്തിനോ ഒരു വ്യക്തിക്കോ കഴിയണമെങ്കിൽ
അവൻ ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി പ്രാർത്ഥനയിൽ സമർപ്പിക്കണം. നാം അനേകരോട് ചോദിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥന, ഞാൻ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുമ്പോൾ അവിടെ ആരാധനകളിലെല്ലാം പ്രാർത്ഥനയാണ്. നമുക്കറിയാം, നമ്മൾ ദേവാലയങ്ങളിൽ ചെന്നാൽ നമുക്ക് ലഭിക്കുന്ന പുസ്തകങ്ങൾ നോക്കി നമ്മൾ ധാരാളം പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ പ്രാർത്ഥന ഒരു ശീലമായി വന്നിരിക്കുന്നു, ഒരു പതിവായി വന്നിരിക്കുന്നു, ഒരു ആചാരക്രമമായിട്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ പ്രാർത്ഥനകൾക്ക് എത്രമാത്രം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹൃദയങ്ങളുടെ അഗാധങ്ങളിൽ നിന്നാണോ ആ പ്രാർത്ഥനകൾ പുറപ്പെടുന്നത് എന്നൊക്കെയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേവലം അച്ചടി പ്രാർത്ഥനകൾ ഉരുവിട്ടതുകൊണ്ടോ, ചില പ്രാർത്ഥനകൾ 101 വട്ടമോ 1001 വട്ടമോ ആവർത്തിച്ച് ഉരുവിട്ടതുകൊണ്ടോ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ പ്രചോദിപ്പിക്കുവാനോ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം ചൊരിയുവാനോ മുഖാന്തരമാകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രാർത്ഥനകൾ ഹൃദയാന്തർഭാഗത്തു നിന്ന് ഉയരണം. കഷ്ടത്തിൻ്റെയും വേദനയുടെയും നടുവിൽ ഹൃദയം തകർന്ന പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുന്ന അനേക ഉദാഹരണങ്ങൾ തിരുവചനത്തിലുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ അത് വിശ്വാസമെന്ന അടിസ്ഥാനത്തിലായിരിക്കണം പടുത്തുയർത്തുന്നത്. ദൈവത്തിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്, അതൊരു പൊതു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ വിശ്വാസമല്ല പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും താഴ്വാരങ്ങളിൽ ദൈവത്തിന് തങ്ങളെ സമ്പൂർണ്ണമായി വിടുവിക്കുവാൻ കഴിയും എന്നുള്ള പ്രത്യാശയോടെ മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് തെളിയിക്കപ്പെടുന്നത്. പലപ്പോഴും ഈ വിശ്വാസം നമുക്ക് ബഹുഭൂരിപക്ഷം സഹോദരങ്ങളിലും കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എല്ലാവരെയും വിശ്വാസികളെന്നാണ് വിളിക്കുന്നത്, പക്ഷേ വിശ്വാസത്തിനൊരളവ് പോലുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കണം. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കണം. അതാണ് അചഞ്ചലമായ വിശ്വാസത്തിൻ്റേതായിട്ടുള്ള മാനദണ്ഡം. കാരണം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. Today very many pray. We find people praying more than ever before to save them from this great disaster. They're all in great distress. The world at large is in a great distress with the attack of the COVID-19 virus. Many are praying more than ever before. But for a prayer to be answered by the Almighty God, that prayer should be built upon the foundations of faith. It's only by faith that can we please God. That's what St. Paul says in his letter to the Hebrews, chapter 11, verse 6. And without faith it is impossible to please God, because anyone who cometh to him must believe that he exists and that he rewards those who earnestly seek him. So without faith, it is impossible to please God. We should have faith, unshakable faith, complete faith. Without that, we cannot please God. Moreover, anyone who comes to him should believe that he exists. We have to believe in the existence of God. And more than that, he rewards those who earnestly seek him. That should be our trust. So only such people can have blessings from the Almighty God. When you say that without faith it is impossible to please God,
We must have that stupendous faith, unshakable faith. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് ഒരു കോട്ടമുണ്ടാകരുത്. സമ്പൂർണമായ വിശ്വാസമാകണം, അചഞ്ചലമായ വിശ്വാസമാകണം. മാത്രമല്ല, ഈ വിശ്വാസം തകർക്കപ്പെടുവാൻ തക്കതിനുവണ്ണം പിശാച് ഉപയോഗിക്കുന്ന സകല തന്ത്രങ്ങളെയും മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ കഴിയണം. നമ്മുടെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന, വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് സംശയം. പൂർണ്ണമായ വിശ്വാസം മുൻപോട്ട് പോകുന്ന വിശ്വാസി സംശയം ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവിശ്വാസിയായിട്ട്, അല്പവിശ്വാസിയായിട്ട് മാറുന്നു. സംശയം ഒരിക്കലും ഒരു ദൈവവേദന ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. സംശയം എപ്പോഴും മനുഷ്യനെയും തമ്മിലും മനുഷ്യനെയും ദൈവത്തെയും തമ്മിലും അകറ്റുന്ന ഒരു വസ്തുതയാണ്. നാം സംശയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സംശയം നാം ആദ്യമായിട്ട് ഏദൻ തോട്ടത്തിലാണ് കാണുന്നത്. ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു, ഏദൻ തോട്ടത്തിൽ ആക്കി വെച്ചു. അപ്പോൾ അവിടെ ക്ഷണിക്കപ്പെടാതെ തന്നെ പാമ്പ് അല്ലെങ്കിൽ സാത്താൻ ഹവ്വയുടെ അടുത്തേക്ക് വരികയാണ്. ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം കഴിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അവനൊരു സംശയം പോലെ അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ തുറന്നു പറഞ്ഞു, ഇല്ല, എല്ലാം ഞങ്ങൾക്ക് ഭക്ഷിക്കാം, പക്ഷേ തോട്ടത്തിൻ്റെ നടുവിലുള്ള ആ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ ഹവ്വയോട് പറഞ്ഞു, അത് ശരിയല്ല. മറ്റൊരു കാര്യം കൂടെ ഹവ്വ പറയുന്നുണ്ട്, അത് ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കുമെന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. ഉടനെ അവൻ പറയുകയാണില്ല, നിങ്ങൾ മരിക്കുകയില്ല. നിങ്ങളത് ഭക്ഷിച്ചാൽ നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകും. അതുകൊണ്ടാണത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹവ്വയുടെ മനസ്സിൽ സംശയം ഉടലെടുത്തു. ദൈവത്തിൻ്റെ വാക്കുകളുടെ പരമാർത്ഥത അവൾ ചോദ്യം ചെയ്യുകയാണ്. ഞങ്ങളും ദൈവത്തെ പോലെ ആകുമെന്നുള്ള ഭയത്താലാണ് ഇത് ഭക്ഷിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. സംശയം അവളുടെ ഹൃദയത്തിൽ ഉടലെടുത്ത് ആ സംശയം അവളുടെ വിശ്വാസത്തെ തകർക്കുകയാണ്. എന്നിട്ട് അവൾ ഭർത്താവിനോട് പോലും ചോദിക്കാതെ ആ വൃക്ഷത്തിലെ ഫലം പറിച്ച് തിന്നുകയാണ്. സംശയത്തിൻ്റെ ആരംഭം ഏദൻ തോട്ടത്തിലാണ്. സമ്പൂർണമായ വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന, അചഞ്ചലമായ വിശ്വാസത്തെ അല്പവിശ്വാസമാക്കി തീർക്കുന്ന ഒരു പ്രതിഭാസമാണ് സംശയം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്നവനോട് ചോദിക്കുകയാണ്. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? അപ്പോൾ സംശയം നമ്മുടെ വിശ്വാസത്തെ അല്പവിശ്വാസമാക്കി മാറ്റുവാൻ കഴിയും. When we say we are praying, our prayers are there is no doubt about it. Nobody can question it. But the answers for those prayers is entirely dependent on our faith in God. Many a time, our faith is destroyed or diminished by doubts. When doubts creep into our hearts, our relationship with God is hampered. It is because doubt tends to destroy the faith in God. In Matthew 14, verse 31, we find something which mentions about doubt.
And immediately Jesus stretched forth his hand and caught him and said unto him, O thou of little faith, wherefore did thou doubt? O you of little faith, why did you doubt? Jesus was asking this question to Saint Peter. You see? We know the whole incident. When Jesus had fed around 20,000 people with 5 loaves of bread and 2 pieces of fish, the people want to crown him as a king. And seeing that danger, he told his disciples to go to the other side of Lake Gennesaret. And he dispersed the people and he went alone to the mountain to pray. നമുക്കിതിൻ്റെ സാഹചര്യം അറിയാം. കർത്താവ് ഏതാണ്ട് 20,000-ലധികം ജനങ്ങളെ 5 അപ്പവും 2 മീനും കൊണ്ട് ഭക്ഷിച്ച് തൃപ്തരാകുവാൻ തക്കവണ്ണം പ്രവർത്തിച്ച അത്ഭുതം അനുഭവിച്ചപ്പോൾ ജനങ്ങൾക്ക് യേശുവിനെ രാജാവാക്കണം. ആ ഒരു സാഹചര്യത്തിൽ യേശു അവരെ എല്ലാം പറഞ്ഞയക്കുകയാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, വേഗം അക്കരയ്ക്ക് പോയിക്കൊള്ളുക. അവരെ പടകിലേറ്റി അവരോട് അക്കരയ്ക്ക് പോകുവാൻ പറഞ്ഞു. കർത്താവ് ആ മലയുടെ മുകളിലേക്ക് നടന്നുപോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗന്നസരത്ത് തടാകം അഥവാ ഗലീല കടൽ അഥവാ തിബേരിയാസ് കടൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഏതാണ്ട് 13 മൈൽ നീളവും 8 മൈൽ വീതിയുമുള്ള ഒരു ജലാശയത്തെയാണ്. അതിൻ്റെ ആഴമെന്ന് പറയുന്നത് ഏതാണ്ട് 141 അടി മാത്രമാണ്. യോർദാൻ നദിയാൽ പരിപോഷിപ്പിക്കപ്പെടുന്നൊരു തടാകമാണത്. മാത്രമല്ല അതിന് ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 64 മൈൽ മാത്രമേ ഉള്ളൂ. ഒരു തടാകമാണ്. ആ തടാകത്തിന് ചുറ്റുമുള്ള 30 ഗ്രാമങ്ങളാണ് കർത്താവിൻ്റെ പല ശിഷ്യന്മാരുടെയും ഭവനങ്ങൾ. പത്രോസ് അവിടെ നിന്ന് ഉള്ള വ്യക്തിയാണ്. കർത്താവിൻ്റെ പ്രവർത്തനങ്ങളുടേതായിട്ടുള്ള കേന്ദ്രം അവിടെയാണ്. അങ്ങനെ കർത്താവ് ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചു. താൻ പ്രാർത്ഥിക്കുവാനായിട്ട് മലയിലേക്ക് കടന്നുപോയി. അല്പം കഴിഞ്ഞു, സന്ധ്യയായി. വലിയ കൊടുങ്കാറ്റ് ഈ ഗലീല കടൽ ആഞ്ഞടിക്കുന്ന പതിവുണ്ട്. ഈ ശിഷ്യന്മാർ പടക് തുഴഞ്ഞ് അക്കരയ്ക്ക് എത്തുവാൻ കഴിയാതെ ഈ തടാകത്തിൻ്റെ മധ്യത്തിലായി. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, ഏതാണ്ട് 3-4 മൈല് അകലമായിട്ട് അവർ തുഴഞ്ഞ് എത്തിയിട്ടുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം അതിഭയങ്കരമായ തിരമാലകളാലും കൊടുങ്കാറ്റിനാലും അവരവിടെ നട്ടം തിരിയുകയാണ്. അങ്ങനെ മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ 4-ാം യാമത്തിൽ കർത്താവ് കടലിൽ മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് വരികയാണ്. ഗലീല കടലിൽ ആരെങ്കിലും അതിനു മുൻപ് നടന്നതായിട്ട് ചരിത്രമില്ല. എന്നാൽ അതിന് ചുറ്റും പാർക്കുന്ന ജനങ്ങളൊക്കെ അവിടെ ഭൂതങ്ങളും പിശാചുക്കളും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. ഈ ശിഷ്യന്മാർ അപ്രകാരമുള്ള ഏതോ ഭൂതമാണെന്ന് കരുതി നിലവിളിക്കുന്നു. യേശുവിനെ കണ്ട് കർത്താവരോട് പറയുകയാണ്, ഭയപ്പെട്ടത് ഞാനാകുന്നു. 3 സുവിശേഷങ്ങളിൽ ഒരുപോലെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന വലിയ അത്ഭുതമാണ് കർത്താവ് വെള്ളത്തിന്മീതെ നടന്ന അത്ഭുതം. കർത്താവ് വെള്ളത്തിന്മീതെ നടന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രമാണ് നടന്നത്, എങ്ങനെയാണ് നടന്നതെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. ഏതാണ്ട് 4 മൈലാണ് കർത്താവ് നടന്നത്. കാരണം ഗന്നസരത്ത് തടാകത്തിൻ്റെ അല്ലെങ്കിൽ ഗലീലക്കടലിൻ്റെ നടുഭാഗത്താണ് പടകുള്ളത്. കരയിൽ നിന്ന് 3-4 മൈല് ദൂരത്താണ് അപ്പോൾ അവർ സ്ഥിതി ചെയ്യുന്നത്. കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ട് മലയിലിരിക്കുകയാണ്.
അവിടെ നിന്ന് ഇറങ്ങി ഈ കടലിന്മേൽ 3-4 മൈൽ നടന്നുകൊണ്ടാണ് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. So these disciples were asked to go across, and Jesus went to pray in the mountain. So they set sail, and they were in the Sea of Galilee. Violent storms very often strike this Sea of Galilee. And one such storm came that night. The disciples were all in a very disastrous condition. They could not row anymore. The waves were so high, the winds were so boisterous. They could not go forward. And the boat was about 4 miles away from the shore. That's precisely in the middle of the lake. And Jesus was far away in the mountain. There was no way to communicate to Jesus or cry out to Jesus because he's far away. The boat is far away. Though these disciples were rowing and rowing and rowing, and they were struggling for 5-6 hours, they were doing that. And we find in the 4th watch, Jesus coming to them, walking over the sea. കർത്താവിൻ്റെ ശിഷ്യന്മാർ നിലവിളിച്ചാൽ പോലും ആർക്കും കേൾക്കുവാൻ കഴിയില്ല. അവർക്കൊന്നും ചെയ്യുവാൻ നിവൃത്തിയില്ല. കൊടുങ്കാറ്റിൻ്റെ ഭയാനകമായ ശബ്ദത്തിൽ ആടി ഉലയുന്ന ആ പടകിൽ നിന്ന് അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായിരിക്കുമ്പോഴാണ് 4-ാം യാമത്തിൽ കർത്താവ് കടലിൽ മീതെ നടന്നു വരുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ ആകുന്നു എന്ന് പറയുമ്പോൾ പത്രോസ്ലിയ അവനോട് പറയുകയാണ്, നീ ആകുന്നുവെങ്കിൽ ഞാൻ നിൻ്റെ അടുക്കൽ വരുവാൻ തക്കതിനോണം കൽപ്പിക്കുക. ഞാൻ വെള്ളത്തിന്മേൽ നടന്ന് നിൻ്റെ അടുക്കൽ വരുവാൻ കൽപ്പിക്കുക. അതാണ് വാസ്തവമായിട്ടുള്ള വാക്ക്. നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മീതെ നടന്ന് നിൻ്റെ അടുക്കൽ വരുവാൻ കൽപ്പിക്കുക. കർത്താവ് പറഞ്ഞു, വരിക. വാസ്തവത്തിൽ മറ്റ് ശിഷ്യന്മാരെല്ലാം നോക്കി നിൽക്കുമ്പോൾ പത്രോസ് ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. അവൻ പൂർണ്ണമായിട്ട് യേശുവിൽ വിശ്വസിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് നടന്ന് ചെല്ലുവാൻ തക്കതിനുവണ്ണം ഇറങ്ങുന്നത്. യേശു പടകിനടുത്തല്ല. യേശു അല്പം ദൂരെ നിന്നാണ് ഇത് സംസാരിക്കുന്നതെന്ന് ആ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പത്രോസിന് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ കഴിയണമെങ്കിൽ തീർച്ചയായും യേശു പടകിന് അല്പം ദൂരത്താണ് നിലകൊള്ളുന്നത്. പത്രോസ് ധൈര്യത്തോടെ ആ വെള്ളത്തിൽ ഇറങ്ങി നടന്ന് മുൻപോട്ട് പോവുകയാണ്. അല്പം മുൻപോട്ട് പോയി, തീർച്ചയായും കുറച്ച് ചുവടുകൾ മുൻപോട്ട് പോയിട്ടുണ്ട്. നടന്ന് മുൻപോട്ട് പോകുമ്പോൾ അവൻ കാറ്റ് കണ്ട് ഭയന്ന് മുങ്ങുവാൻ തുടങ്ങി. ഗലീല കടലാണ്, മറ്റു നോക്കുവാൻ യാതൊന്നുമില്ല. ആകെ അവിടെ ഒരു വെള്ളായം പോലെ നിൽക്കുന്നത് യേശുവാണ്. അപ്പോൾ യേശുവിനെ നോക്കിക്കൊണ്ടാണ് പത്രോസ് കടലിലേക്ക് ഇറങ്ങി യാത്ര തിരിച്ചത്. യേശുവിൻ്റെ വാക്ക് കേട്ടുകൊണ്ടാണ്. വരികയെന്ന് യേശു പറഞ്ഞിട്ടാണ്. യേശുവിനെ നോക്കിക്കൊണ്ട് അല്പദൂരം മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ്റെ മുൻപിൽ യേശു ഉണ്ടെങ്കിൽ പോലും ആഞ്ഞടിക്കുന്ന തിരമാലയുടെയും ഈ വലിയ കൊടുങ്കാറ്റിൻ്റെയും ശബ്ദം അവൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട്. അവൻ ഭയപ്പെട്ടു. അവൻ മുങ്ങുവാൻ തുടങ്ങി. അവൻ്റെ ദൃഷ്ടി ചുറ്റുപാടുമുള്ള ആർത്തിരമ്പുന്ന തിരമാലകളിലേക്കും അവൻ്റെ ശ്രദ്ധ തൻ്റെ ചുറ്റും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിൻ്റേതായിട്ടുള്ള ശബ്ദത്തിലുമായി കഴിഞ്ഞപ്പോൾ അവൻ മുങ്ങുവാൻ തുടങ്ങി. യേശു, അവിടെ വേറെ കപ്പലുകളില്ല, വേറെ മനുഷ്യരെ മറ്റാരുമില്ല. അപ്പോൾ അവൻ നിലവിളിച്ചു, യേശുവിനോട് നിലവിളിച്ചു. യേശു കൈനീട്ടി അവനെ
രക്ഷിക്കുകയാണ്. കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസി, നീ എന്തിന് സംശയിച്ചു? അവന് വിശ്വാസമുണ്ട്. വിശ്വാസത്തോടെയാണ് അവൻ ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ അവൻ്റെ ദൃഷ്ടി യേശുവിൽ നിന്ന് അല്പം മാറിപ്പോയപ്പോൾ, തൻ്റെ ചുറ്റുപാടുകളിൽ നടക്കുന്ന സംഭവങ്ങളിലേക്ക് അവൻ ശ്രദ്ധ ചെലുത്തിയപ്പോൾ അവനുള്ളിലേക്ക് ഭയം കടന്നു വന്നു. മുന്നിൽ നിൽക്കുന്ന യേശുവിനെയോ മറ്റ് യാതൊന്നിനെയോ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയാതെ യേശുവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് താൻ ഇറങ്ങി തിരിച്ചതെന്നും യേശുവിൻ്റെ അടുക്കലേക്കാണ് താൻ പോകുന്നതെന്നും അവന് ഒരു നിമിഷം ചിന്തിക്കുവാൻ കഴിഞ്ഞില്ല. 141 അടി ആഴമുള്ള ഗലീല കടലിൻ്റെ വെള്ളത്തിലേക്ക് അവൻ താഴുകയാണ്. പക്ഷേ ആ താഴുന്ന വേളയിൽ അവൻ യേശുവിനെ വിളിച്ചു, എന്നെ രക്ഷിക്കണമേ. അവിടെയാണ് ഈ സംഭവത്തിൽ കർത്താവ് രണ്ടാമതായിട്ടുള്ള അത്ഭുതം പ്രവർത്തിക്കുന്നത്. സാധാരണഗതി കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന തലക്കെട്ടിൽ നാം നോക്കുമ്പോൾ കർത്താവ് കടലിന് മീതെ നടന്നു എന്നുള്ളതൊരു അത്ഭുതമാണ്. എന്നാൽ ഈ അത്ഭുതത്തിൽ തന്നെ 3 അത്ഭുതങ്ങൾ അന്തർലീനമായിരിക്കുന്നു. കർത്താവ് കടലിന് മീതെ നടന്നു, ഒന്നാമത്തെ അത്ഭുതമാണ്. പത്രോസ് വെള്ളത്തിന് മീതെ നടന്നു എന്നുള്ളത് രണ്ടാമത്തെ അത്ഭുതമാണ്. എന്നാൽ പത്രോസ് താണപ്പോൾ കർത്താവ് കൈനീട്ടി അവനെ പിടിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൈനീട്ടി അവനെ പിടിക്കുന്ന ദൂരത്തിലല്ലായിരുന്നു പത്രോസ്. കൈനീട്ടി പിടിക്കുക എന്ന് പറഞ്ഞാൽ 2 അടി ദൂരത്തിൽ കൂടുതൽ ആവശ്യമില്ല. അത്രയും അടുത്ത് വന്നു കഴിഞ്ഞാൽ അവന് മറ്റാരെയും നോക്കുവാനും സാധ്യമല്ല. പത്രോസ് യേശുവിനെ നോക്കി പോവുകയാണ്. 2 അടി അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് മറ്റാരെയും നോക്കാൻ യേശു മാത്രമേ ഉള്ളൂ. കാരണം കൈ നീട്ടുന്ന ദൂരം ഇത്ര മാത്രമേ ഉള്ളൂ, 1-2 അടി അങ്ങേയറ്റം. വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അത്ര അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പത്രോസ് മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവൻ കർത്താവിൻ്റെ കരവലയങ്ങളായി. പക്ഷേ ഇവിടെ അതല്ല. അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തുവാൻ പിന്നെയും ദൂരമുണ്ട്. അങ്ങനെ നടന്ന് മുൻപോട്ട് വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കർത്താവ് നിശ്ചലമായിട്ട് അവിടെ നിൽക്കുകയാണ് ഇവൻ വരുന്നത് കാണുവാനായിട്ട്, ഇവനെ സ്വീകരിക്കുവാനായിട്ട്. അപ്പോൾ ആ ദൂരം പിന്നെയും കിടക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ മേൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിൻ്റേതായിട്ടുള്ള ആ അവസ്ഥയിൽ, തിരമാലകൾ ആഞ്ഞടിച്ച് അവൻ്റെ മേലൂടെ പോകുന്ന അവസ്ഥയിൽ അവൻ ഭയപ്പെട്ടു പോയി. അപ്പോൾ അവൻ നിലവിളിക്കുകയാണ്. നിലവിളിക്കുമ്പോൾ കർത്താവ് അവരെ പിടിക്കത്തക്ക ദൂരത്തിലല്ല അവൻ. പക്ഷേ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് കൈനീട്ടി അവനെ പിടിച്ചെന്നാണ്. അപ്പോൾ അവനായിരിക്കുന്ന സ്ഥാനത്തേക്ക് കർത്താവിൻ്റെ കരം ചെന്നു എന്നുള്ളതാണ് അടുത്ത അത്ഭുതം. കർത്താവ് കടൽ മീതെ ഉണ്ട്. കർത്താവ് മുൻപോട്ട് നടന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. കൈനീട്ടി അവനെ പിടിച്ചു. അവൻ ഏതവസ്ഥയിലായിരുന്നോ, അവൻ എവിടെയാണ് മുങ്ങുന്നത്? വെള്ളം താഴോട്ട് മുങ്ങുമ്പോൾ ഒരടി മുങ്ങിയിട്ട് മേപ്പോട്ട് പൊങ്ങുകയില്ല, താഴോട്ട് പോയിട്ടേ വേണി വരികയുള്ളൂ. അപ്പോൾ താഴെ പോയി പൊങ്ങി വരുന്ന അവസ്ഥയിൽ അത്രത്തോളം കൈനീട്ടി അവനെ കർത്താവ് പിടിക്കുകയാണ്. അതൊരത്ഭുതമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു അത്ഭുതമെന്നാണ്. അങ്ങനെ പിടിച്ചു. പിടിക്കുമ്പോൾ തന്നെ അവനോട് ചോദിക്കുകയാണ്, അതെ, നീ എന്തിന് സംശയിച്ചു? നിൻ്റെ വിശ്വാസം നീ നഷ്ടപ്പെടുത്തി. അവൻ്റെ അവിശ്വാസിയെന്ന് പറഞ്ഞ് കോപിക്കുകയല്ല, വിശ്വാസമില്ലാത്തവനാ നീ എന്ന് പറയുകയല്ല. ഭയാനകമായ ഈ സാഹചര്യങ്ങളിൽ നിൻ്റെ വിശ്വാസം കുറഞ്ഞുപോയി, അല്പവിശ്വാസം. നാം ഇന്ന് ഇപ്രകാരമുള്ള വലിയൊരു കെടുതിയുടെ നടുവിലൂടെ കടന്നു പോവുകയാണ്. അനേക വിശ്വാസികളുടെ വിശ്വാസം കുറഞ്ഞു പോകുന്ന സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവിൽ അചഞ്ചലമായ വിശ്വാസം കൊണ്ട് മുൻപോട്ട് ഇറങ്ങി പ്രവർത്തിച്ചിരുന്നവർ, ദൈവത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചിരുന്നവർ, ഭയാനകമായ സംഭവ വികാസങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, ഓളങ്ങളും തിരമാലകളും കൊടുങ്കാറ്റുകളും ആഞ്ഞടിക്കുമ്പോൾ,
ഭയപ്പെട്ടു പോകുന്നത് സ്വാഭാവികമാണ്. എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യുന്നത് എന്നുള്ള സംശയം മനസ്സിൽ ഉടലെടുക്കുന്നത് സ്വാഭാവികമാണ്. ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ്, റിട്രെഞ്ച്മെൻ്റ് ഉണ്ടാകും, ഉറപ്പാണ്, ലോങ് ലീവ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നാനാവിധമായിട്ടുള്ള തിരമാലകൾ ആഞ്ഞടിക്കുകയാണ്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് സംശയിക്കുകയാണ്. അവിടെയാണ് സംശയം. ചുറ്റുപാടും നോക്കിയപ്പോൾ ഈ കൊടുങ്കാറ്റിൽ നിന്നും ഉയർന്നടിക്കുന്ന ഈ തിരമാലകളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയുമെന്നുള്ള സംശയമാണ് പത്രോസിൻ്റെ ഹൃദയത്തിൽ ഉടലെടുത്തത്. തിരമാലകൾ ആഞ്ഞടിക്കട്ടെ, കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊള്ളട്ടെ, എനിക്ക് പ്രശ്നമില്ല. എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. കർത്താവിന് എന്നെ കാലിൽ താങ്ങിയിരിക്കുന്നത്. എനിക്ക് യാതൊരു ആപത്തും വരികയില്ലെന്ന് വിശ്വസിക്കുവാൻ പത്രോസിന് കഴിഞ്ഞില്ല. ഇപ്രകാരമുള്ള ഭയാനകമായ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കർത്താവിനെ രക്ഷിക്കുവാൻ കഴിയുക എന്നതായിരുന്നു പത്രോസിൻ്റെ സംശയം. അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇതേ കടലിൽ വെച്ച് കർത്താവ് അവൻ്റെ വിശ്വാസത്തെ ഉറപ്പിച്ചതാണ്. രാത്രി മുഴുവൻ വല വീശിയിട്ടും ഒരു മീനും കിട്ടാതെ ഇരുന്ന സാഹചര്യത്തിൽ കർത്താവിനെ അവൻ പടകിൽ കയറ്റി. കർത്താവ് പടകുമായിട്ട് മുൻപോട്ട് പോകാൻ കൽപ്പിച്ച് വല വീശുവാൻ പറഞ്ഞ സ്ഥലത്ത് വല വീശിയപ്പോൾ വല നിറയെ മത്സ്യങ്ങൾ ലഭിച്ച് അവൻ്റെ പടകും അവൻ്റെ സ്നേഹിതന്മാരുടെ പടവും നിറഞ്ഞ് മുൻപോട്ട് പോകുവാനിടയായ അവസ്ഥ, അങ്ങനെ അവനെ വിശ്വാസത്തിൽ ഉറപ്പിച്ച അവസ്ഥ, അവൻ യേശു ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിച്ച അവസ്ഥ ഒക്കെയും അവൻ പെട്ടെന്ന് മറന്നുപോയി. മാത്രമല്ല, വരികയെന്ന് പറഞ്ഞതിന് ശേഷം പടകിൽ നിന്നിറങ്ങി വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലൂടെ തന്നെയാണ് അവൻ മുൻപോട്ട് പോയത്. അതും അവൻ പെട്ടെന്ന് മറന്നുപോയി. കാരണം ഹൃദയത്തിൽ സംശയം വന്നു കഴിയുമ്പോൾ അത് വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നു. ഒരു ദൈവവേദൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും സംശയം വരുവാൻ പാടില്ല. പിശാച് സംശയത്തെ വളരെ വിജയകരമായി ഉപയോഗിച്ച് അനേക ദൈവമക്കളുടേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ തകർത്ത് കളയുന്നു. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ആ വിശ്വാസത്തിന് ചോർച്ച വരുത്തുന്നത് സംശയങ്ങളാണ്. ഇത് കഴിയുമോ, ഇതിന് കഴിയുമോ, എനിക്കിതിനെ അതിജീവിക്കുവാൻ കഴിയുമെന്നുള്ള സംശയമാണ്. സംശയങ്ങളാണ് മനുഷ്യജീവിതത്തെ തകർത്ത് കളയുന്നത്. ഭയാനകമായ പ്രതിസന്ധികൾ വരുമ്പോൾ ലോകപ്രകാരമുള്ള ഒരു മനുഷ്യന് അതിനെ തരണം ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം പ്രേരണയുണ്ടാകും. എന്നാൽ ഒരു ദൈവത്തിൻ്റെ പൈതലിന് അവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവന് സംശയമില്ല, നാളെക്കുറിച്ചുള്ള സംശയമില്ല. കാരണം ഓരോ നാളും അവനെ പുലർത്തുന്നത് ദൈവമാണ്. അടുത്ത നിമിഷത്തെക്കുറിച്ച് അവന് ചാഞ്ചല്യമില്ല. കാരണം ഒരു ദൈവവേദനെ നിയന്ത്രിക്കുന്നതും നടത്തുന്നതും നയിക്കുന്നതും സർവശക്തനായ ദൈവമാണ്. ആ വിശ്വാസമാണ് ഏത് പ്രതിസന്ധിയിലും പതറാതെ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ദുർഘടമായ സന്ദർഭങ്ങൾ പിശാച് വരുത്തുമ്പോഴും അചഞ്ചലമായിട്ട് മുൻപോട്ട് പോകുവാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ വിശ്വാസം ചോർന്നു പോകുമ്പോൾ ഈ സംശയം ഉടലെടുത്ത് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി കഴിയുമ്പോഴാണ് ജീവിതം തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിരാശയിൽ അനേകർക്ക് അത് ജീവനൊടുക്കേണ്ടി വരുന്നത്. ഇവിടെ ഒരു നിമിഷമാണ് പത്രോസിന് ആ സംശയമുണ്ടായത്. പല ചുവടുകൾ നടന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് മുൻപോട്ട് പോവുകയാണ്. എന്നാൽ ഒരു നിമിഷം അവൻ്റെ ദൃഷ്ടി യേശുവിൽ നിന്ന് തൻ്റെ ചുറ്റുപാട് മാഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിലേക്കും തന്നെ വിഴുങ്ങുവാൻ തക്കവണ്ണം മുൻപിലേക്ക് വന്ന് തന്നെ മൂടുന്ന തിരമാലകളിലേക്കും തിരിഞ്ഞപ്പോൾ അവന് സംശയമുളവായി. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു? നിൻ്റെ അല്പവിശ്വാസത്തിൻ്റെ കാരണം നിൻ്റെ സംശയമാണ്. കർത്താവ് കൈപിടിച്ച് അവനെ പിടിച്ചിരിക്കുകയാണ്.
പിടിച്ചിരിക്കുമ്പോൾ തന്നെ അവനോട് പറയുകയാണ്, നിൻ്റെ അല്പവിശ്വാസമാണ്. നീ അല്പവിശ്വാസമായത് എന്തുകൊണ്ടാണ്? നിൻ്റെ സംശയം. നീ എന്തിനാണ് സംശയിച്ചത്? ഞാനല്ലേ നിൻ്റെ കൂടെ ഉള്ളത്, നിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞാനാണ് നിന്നെ വിളിച്ചത്. നിന്നോട് വരുവാൻ പറഞ്ഞ ശേഷമാണ് നീ പടകിൽ നിന്നിറങ്ങിയത്, നീ വെള്ളത്തിൽ നിന്നത്, വെള്ളത്തിൽ നിന്ന് ചുവടുകൾ വെച്ച് മുൻപോട്ട് വന്നത് നീ എൻ്റെ അടുത്തേക്കാണ്. പിന്നെ നീ എന്തിന് സംശയിച്ചു? ഇന്ന് ഭയാനകമായ ചുറ്റുപാടുകളിലൂടെയാണ് ലോകം മുൻപോട്ട് പോകുന്നത്. അതാരായിരുന്നാലും, ബിസിനസ്സുകാരായിരുന്നാലും സാധാരണക്കാരായിരുന്നാലും ജോലിക്കാരായിരുന്നാലും എല്ലാവരും അവരുടേതായ തലങ്ങളിൽ വലിയ ഭയത്തോടു കൂടിയാണ് മുൻപോട്ട് പോകുന്നത്. കാരണം നാളെ എന്താകുമെന്നുള്ള ഉറപ്പില്ല. ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പ് ഇല്ല. ആ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലാണ് മുൻപോട്ട് പോകുന്നത്. കർത്താവിന് ചോദിക്കാറുള്ളത് ഇതാണ്, നീ എന്തിനു സംശയിക്കുന്നു? വൈ ഡു യു ഡൗട്ട്? ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിന് ഒരിക്കലും സംശയമുണ്ടാകുവാൻ പാടില്ല. നഷ്ടങ്ങളുണ്ടായേക്കാം, കഷ്ടങ്ങളുണ്ടായേക്കാം, രോഗങ്ങളുണ്ടായേക്കാം, അതൊക്കെ ഈ ലോകജീവിതത്തിലുണ്ടാകും. പക്ഷേ അവിടെയൊക്കെയും എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല. ഭക്തനായ സാധു കൊച്ചുകുഞ്ഞുദേശി പാടിയിട്ടുണ്ട്, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ ഈ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു, ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. പ്രയാസത്തിൻ്റേതായിട്ടുള്ള ഭീകരമായ അവസ്ഥകൾ കടന്നു വരുമ്പോൾ എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവനെങ്ങും പോയിട്ടില്ല, മറഞ്ഞിട്ടില്ല. അവൻ എന്നെ രക്ഷിക്കും, അവനെ വിടുവിക്കും, അവനെ വഴി നടത്തും. തുടർന്ന് അദ്ദേഹം പാടുകയാണ്, ആരുമേനേക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിലാതി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ ഒരു വിശ്വാസി തടർന്നു പോകുന്നത് അവനാരുമില്ല എന്നുള്ള അവസ്ഥ. ഇത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും ജീവിതയാത്രയിൽ തിരിച്ചടികൾ നേരിടുമ്പോൾ ആരുമില്ലെന്നുള്ള ആ വലിയ ചിന്തയാണ് അവനെ തകർത്ത് കളയുന്നത്. Whenever we face crisis in the world, when you are all alone, there is nobody else with you, you are all alone, it's then that you cannot go forward. When crisis stands before you, when you feel that you cannot cross this great mountain, you feel that all hope is lost. There is no hope at all. You doubt your capacity to cross these hurdles. Many end their lives there. They say, we cannot go forward. But here, man of God sings, let no fear come unto me. You are with me. Let me not be blind, but let me see you. I am not alone at all. I can go forward with you. You are with me, then why should I bother? Why should I be afraid? I have seen a beautiful dictum, a picture, Jesus standing near a man, and it is written underneath, there is nothing that cannot be done with you beside me. Everything is possible with you. So, when we have that faith, the faith that cannot be cracked by any doubt, that is the real faith. Here Peter was afraid because doubt crept into him. When doubt creeps into a person, it
loses the confidence in the person. It completely drains away the confidence in the person. Only faith in God can steer you ahead. എല്ലാം നഷ്ടപ്പെട്ടു, ഏകനാണ് എന്നുള്ള ബോധ്യമായിട്ട് വന്നു കഴിയുമ്പോൾ പിന്നീട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം തുനിയുകയില്ല. എന്നാൽ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുള്ളൊരു ദൈവ പൈതലിന് ഭയപ്പെടേണ്ട കാര്യമില്ല. അതാണ് ഭക്തൻ പാടിയത്. ആരുമേനേക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിലാതി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. ആത്മീയ യാത്രയിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകും. പ്രിയപ്പെട്ടവർ മാറി നിൽക്കും, അവരുടെ മോഹഭാവങ്ങൾ മാറും, പെരുമാറ്റങ്ങൾ മാറും, സഹായങ്ങൾ മാറും, എല്ലാം മാറും. തനിച്ച് ഏകനായി മുൻപോട്ട് പോകേണ്ട സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷെ അവിടെയൊക്കെ യേശു കൂട്ടായുണ്ടെന്നുള്ള ഉത്തമ വിശ്വാസമുള്ള ഒരു ദൈവപൈതലിന് മാത്രമേ മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അത് സാധാരണ സംഭവ വികാസങ്ങളല്ല, നമ്മുടെ ജീവിതയാത്രയെ തന്നെ തകർത്ത് കളയുന്ന സംഭവങ്ങളാണ് നമ്മുടെ മുൻപിൽ വന്നു നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം പാറ പോലെ ഉറച്ചു നിൽക്കേണ്ടത്. ഒരു സംശയവും അതിനകത്ത് വന്ന് അതിനെ തകർക്കുവാൻ അനുവദിക്കരുത്. നീ ആരെ വിശ്വസിച്ചിരിക്കുന്നു? കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ നടത്തിയ ദൈവത്തെക്കുറിച്ച് ഒരു നിമിഷം ഓർക്കുമ്പോൾ, നിൻ്റെ ഒന്നുമില്ലായ്മയിൽ നിന്നെ കോരിയെടുത്ത് ഈ ദിവസത്തിലേക്ക്, ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെ നീ ഓർക്കുമ്പോൾ നിനക്ക് മുൻപോട്ട് പോകാനുള്ള ഉത്തേജനവും ഉന്മേഷവും ഉത്സാഹവും ആ വിശ്വാസം നൽകും. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയുള്ള സന്ദർഭങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതം തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് തോന്നുന്ന പർവ്വത സമാനമായ പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. നേടിയതെല്ലാം ശൂന്യമായെന്നുള്ള തോന്നലുകൾ വന്നിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ, കുഞ്ഞുങ്ങളുടെ പഠിത്തം നഷ്ടപ്പെട്ട അവസ്ഥയിൽ എന്ന് വേണ്ട മാനഹാനിയും അപമാനവും അപഹാസവും എല്ലാം തിരമാലകളായി ആഞ്ഞടിക്കുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെയും ഞാൻ ഏകനല്ല എന്നുള്ള ബോധ്യം എനിക്കെപ്പോഴുമുണ്ട്. എൻ്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും എനിക്ക് കൂട്ടാളെ യേശുവുണ്ട്. ഏകനല്ല ഞാൻ, ഏകാകിയല്ല ഞാൻ, കൂട്ടാളിയായി യേശുവുള്ളതാൽ. ഏകനല്ല ഞാൻ, ഏകാകിയല്ല ഞാൻ, കൂട്ടാളിയായി യേശുവുള്ളതാൽ. വരുമവൻ തരുമവൻ വൻ കൃപകൾ, വലങ്കരം പിടിച്ചെന്നെ നടത്തുന്നെന്നെ. വരുമവൻ തരുമവൻ വൻ കൃപകൾ, വലങ്കരം പിടിച്ചെന്നെ നടത്തുന്നു. അതാണ് ഏകനല്ല, എപ്പോഴും അവൻ വലത്തുകരം പിടിച്ച് നടത്തുന്നുണ്ട്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മുമ്പ് എന്നത്തേക്കാളും നമ്മൾ ഈ വിശ്വാസം ഉറച്ചു നിൽക്കണം. എല്ലാം നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം, ജോലി നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം, സാമ്പത്തികമായി തകർച്ച ഉണ്ടെന്ന് വന്നേക്കാം. പക്ഷെ ഒരു ദൈവവേദന ഭയപ്പെടരുത്, നിനക്ക് സംശയം ഉണ്ടാകരുത്. എൻ്റെ ദൈവം എന്നെ നടത്തുവാൻ മതിയായവനാണ്. അത് ഇപ്പോൾ ഈ ക്വാറൻറ്റൈൻ്റെ സമയമാണ്, പ്രത്യേകിച്ച് ലോക്ക്ഡൗണിൻ്റെ സമയമാണ്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കുടുംബജീവിതത്തിൽ ഒരുമിച്ച് താമസിക്കുവാന്നൊക്കെ വേണം 10-45 ദിവസം പരസ്പരം നോക്കിക്കൊണ്ട് വീട്ടിലിരിക്കേണ്ട സന്ദർഭങ്ങളാണ്. പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയും പരസ്പരം കുറ്റം പറയുക, സമ്പാദിക്കാഞ്ഞതിനെക്കുറിച്ച് കുറ്റം പറയുക, മറ്റ് കാര്യങ്ങൾ പരാജയപ്പെട്ടതിനെക്കുറിച്ച് ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും കുറ്റം പറയുന്നതൊക്കെയുള്ള 3-4 ആഴ്ചകളാണ് മുൻപോട്ട് കടന്നുപോയത്. ചിലരെന്നെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഭർത്താവ് മാറിക്കൊള്ളട്ടെ, ഭാര്യ മാറിക്കൊള്ളട്ടെ, നിനക്ക് ഭയപ്പെട്ട കാര്യമില്ല. നിൻ്റെ വിശ്വാസം ആരിലാണ്? ഇവരുടെയൊക്കെ മുഖം മാറും. ഭാര്യയുടെ മുഖം മാറും, ഭർത്താവിൻ്റെ മുഖം മാറും, സഹോദരങ്ങളുടെ സ്നേഹിതരെല്ലാം കാലത്തിനൊത്തോളം സമയത്തിനൊത്തോളം സന്ദർഭത്തിനൊത്തോളം മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ മുഖം മാറുകയില്ല. എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് ഞാനും പ്രിയപ്പെട്ടവളും പോന്നപ്പോൾ അനേകരുടെ മുഖം മങ്ങിപ്പോയി, മാറിപ്പോയി. പക്ഷെ ഞങ്ങൾക്ക് അചഞ്ചലമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അവൻ ഉപേക്ഷിച്ച് ഞങ്ങളെപ്പോഴും അത് പറയും. ആ സന്ദർഭങ്ങളൊക്കെ തരണം ചെയ്യുവാൻ കർത്താവ് കൂട്ടാളിയായിരുന്നു, സഹായിച്ചു.
അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ നാം നേരിടേണ്ടത് ദൈവം നമുക്ക് കൂട്ടാളിയായി ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. നാം ഒന്ന് ഓർക്കണം, അത് നമ്മുടെ ഹൃദയത്തിൽ ഉരുത്തിരിയേണ്ട കാര്യമാണ്. യേശു തൊട്ട് മുൻപിൽ നിൽപ്പുണ്ട്, പക്ഷേങ്കിൽ നോക്കിയത് ചുറ്റുപാടുള്ള കൊടുങ്കാറ്റുകളെയും തിരമാലകളെയുമാണ് പത്രോസ് നോക്കിയത്. യേശു നിസ്സഹായനാണ്. എടാ നോക്കരുത്, എന്നെ നോക്കാമെന്ന് യേശു പറഞ്ഞില്ല. യേശുവാണ് വിളിച്ചത്, യേശുവിനെ നോക്കി ഇറക്കി തിരിച്ചു. നോട്ടം തെറ്റിയാൽ താഴെ. പക്ഷേ യേശുവിനെ അവൻ വിളിച്ചു. അവനായിരുന്ന സ്ഥാനത്ത് 141 അടി താഴ്ചയുള്ള ഗലീല കടലിൽ യേശുവിൻ്റെ കരമിറങ്ങി അവനെ പിടിച്ചു കയറ്റി. അല്പവിശ്വാസിയെ, നീ എന്തിനാണ് സംശയിച്ചത്? ഇത് പ്രസംഗിക്കുവാൻ വളരെ എളുപ്പമാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എൻ്റെ പ്രസംഗം എൻ്റെ അനുഭവമാണ്, എൻ്റെ പ്രവൃത്തിയാണ്. ഇങ്ങനെയുള്ള ഭയാനകമായ സന്ദർഭങ്ങളിൽ യേശുവിനെ കൂട്ടാളിയായിട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാനും. എൻ്റെ പ്രിയപ്പെട്ട അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളാണ്. എല്ലാവരും നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അവിടെയൊക്കെ കർത്താവ് കൂട്ടാളിയായിരുന്നു, സംശയമില്ല. ആരും സഹായിക്കാനുണ്ടാവും എന്ന് വിശ്വസിക്കരുത്. ആരുമില്ല, എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും അതിന് ചിലവായിട്ട് മുൻപോട്ട് പോകണം. ഞാൻ മുൻപോട്ട് പോകട്ടെ. അതെ, അതൊരത്ഭുതമാണ്. കൈ നീട്ടി യേശുവിനെ പിടിച്ചു. പത്രോസ് ആയിരുന്ന സ്ഥാനത്തേക്ക് യേശുവിൻ്റെ കൈകൾ നീട്ടി പിടിച്ചു. കാര്യം പറയാനുള്ളത് പറഞ്ഞു. ഈ സംശയിച്ചു. എന്നിട്ട് അടുത്ത അത്ഭുതം, പത്രോസ് രണ്ടാമതും വെള്ളത്തിന് മീതെ നടക്കുകയാണ്. കാരണം യേശു പത്രോസിനെ എടുത്തെന്നെങ്ങും എഴുതി വെച്ചിട്ടില്ല. യേശു എടുത്തെന്ന് പറഞ്ഞു. പടകിലേക്ക് പിന്നെയും ദൂരമുണ്ട്. കാരണം പത്രോസ് പടകിൽ നിന്നും ഇറങ്ങി വന്ന നടന്ന ദൂരം ബാക്കിയുണ്ട്. ആ ദൂരത്തിലേക്ക് പത്രോസിനെ കർത്താവ് എടുത്തെറിയുന്നില്ല വള്ളത്തിലേക്ക്. പിന്നെയോ കർത്താവ് അവൻ്റെ കരത്തിൽ പിടിച്ചു, നടന്നവർ പടകിലേക്ക് പോവുകയാണ്. നാം അത് ചിന്തിക്കണം. അടുത്ത അത്ഭുതമാണ്, കർത്താവ് രണ്ടാമതും പത്രോസിനെ അതേ വെള്ളത്തിന് മീതെ നടത്തുന്നുണ്ട്. അതെ, അതൊരത്ഭുതമാണ്. നീ മുങ്ങിയ വെള്ളത്തിൽ നിന്നെ കോരിയെടുത്ത് അതേ വെള്ളത്തിൽ കൂടെ നിന്നെ നടത്തി ഞാൻ കർത്താവാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് പത്രോസിനെ. അതുമാത്രമല്ല, അടുത്ത അത്ഭുതം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ പടകിൽ കയറിയ ഉടൻ, പടകിൽ കയറണമെങ്കിൽ പടക് വരെ നടന്നു വരണം, അതൊരു തെളിവാണ്. പത്രോസുമായിട്ട് പടകിൽ വന്ന് പടകിൽ കയറിയ ഉടൻ അവർ എത്തേണ്ട ദേശത്തെത്തി. ഒരു നിമിഷം പത്രോസിനുമായിട്ട് യേശു ശിഷ്യന്മാരുടെ പടകിൽ കയറി കഴിഞ്ഞപ്പോൾ അടുത്ത നിമിഷം പടക് അവരെത്തേണ്ട സ്ഥാനത്ത് ചെല്ലുകയാണ്. റോക്കറ്റ് പോലെ. ഞാനിത് പറയുമ്പോൾ ഓർത്തുകൊള്ളണം, പടക് കരയിൽ നിന്ന് 3-4 മൈലുകൾ ദൂരത്ത് ഗലീലക്കടലിൻ്റെ നടുവിലാണെന്ന് യോഹന്നാൻ ശ്ലീഹ 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ദൂരം ഞൊടിയിട കൊണ്ട് കർത്താവ് പടകിൽ കയറി കഴിഞ്ഞപ്പോൾ ആ പടക് തരണം ചെയ്തവിടെ എത്തുകയാണ്. വീണ്ടും ഒരു അത്ഭുതം. എത്ര അത്ഭുതങ്ങളായി! യേശു കടലിൽ മീതെ നടന്നു എന്ന് പറയുന്ന ഒരു അത്ഭുതമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ 4 അത്ഭുതങ്ങൾ അതിനോടൊപ്പമുണ്ട്. യേശു നമ്മുടെ പടകിലുള്ളപ്പോൾ ഏത് കൊടുങ്കാറ്റിനെയും ഏത് പെരുങ്കാറ്റിനെയും ഏത് തിരമാലയും തകർത്തുകൊണ്ട് നമുക്കെത്തേണ്ട ആ ലക്ഷ്യത്തിലേക്ക് യേശുവിനെ എത്തിക്കുവാൻ കഴിയുമെന്നുള്ളതിൻ്റെ വലിയ അടയാളവും അനുഭവവുമാണ് ആ ശിഷ്യന്മാരുമായിട്ട് പടക ഞൊടിയിടയിൽ കരക്കെത്തിയത്. കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കണം, തിരമാലകളെ അഭിമുഖീകരിക്കണം. 7-8 മണിക്കൂർ, 8 മണിക്കൂറിൽ കൂടുതൽ അതേ തണ്ടു വലച്ച് കൈ കുഴഞ്ഞ് മുൻപോട്ട് പോകുവാൻ കഴിയാതെ ശാരീരികമായ ബലഹീനമായ അവസ്ഥയിലാകുമ്പോഴാണ് കർത്താവ്. അതൊക്കെയും സഹിക്കണം, വഹിക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, കർത്താവ് പറഞ്ഞിട്ടാണ് നീ ഗലീലക്കടലിലേക്ക് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ 140 അടി വെള്ളത്തിൽ നീ താഴുകയില്ല. കാരണം കർത്താവാണ് നിന്നെ ഇറക്കി വിട്ടിരിക്കുന്നത്. അവൻ തക്ക സമയത്ത് നടന്നു വരും, വെള്ളത്തിന്മീതെ നടന്നു വരും. അവൻ വന്നു. വലിയ അത്ഭുതങ്ങളാണ് അവിടെ അവൻ്റെ ശിഷ്യന്മാർക്ക് അനുഭവമാക്കുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പതിൽ നിനക്കിവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല.
കർത്താവ് നിന്നെ രക്ഷിക്കുവാൻ മതിയായവനാണ്. നിൻ്റെ സംശയങ്ങളൊക്കെ മാറ്റിവെക്കുക. എന്ത് ഭയാനകമായ സാഹചര്യം വന്നോട്ടെ, ഡോണ്ട് ബി അഫ്രൈഡ്, ഡോണ്ട് ബി ബോതേർഡ്, ലെറ്റ് നോട്ട് ഡൗട്ട് ക്രീപ്പ് ഇൻ യുവർ ഹാർട്ട്സ്. God is faithful, Jesus is faithful. He can take care of you. He will lead you. He will lead you to your own goals. That's what we see. He gave Peter a second opportunity to walk on the waters of Galilee. And then, as they stepped inside the boat, we find the boat reaching its destination about 4 miles away in a moment. Yes, you must know that there's a lot of time lost in the process, but everything is made good. Immediately you are carried to your destination. So problems may come, situations where people may frighten you, where the world may say everything is finished, everything is lost. But you don't have to be bothered. Cling on to Him. He will never forsake you. He will never let you down. He will lead you on. ഈ ഗലീല കടലിൽ തുഴഞ്ഞ് കർത്താവ് പറഞ്ഞതനുസരിച്ച് തുഴഞ്ഞ് 5-8 മണിക്കൂർ അവിടെ ചെലവഴിച്ച് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. നടുക്കടലിൽ കർത്താവും ശിഷ്യന്മാരുമായിരുന്നു. പക്ഷേ ആ ചെലവഴിച്ച സമയം മുഴുവൻ വീണ്ടെടുക്കുവാൻ ഒറ്റ നിമിഷം കൊണ്ട് കഴിയുകയാണ്. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടമായെന്നൊക്കെ ചിലത് തോന്നും കേട്ടോ. നിൻ്റെ സമയമൊക്കെ നഷ്ടപ്പെട്ടെന്ന് തോന്നും, സമ്പത്ത് നഷ്ടപ്പെട്ടെന്ന് തോന്നും. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു തോന്നരുത്. കാരണം അതൊക്കെ ഞൊടിയിട കൊണ്ട് മടക്കി തരുവാൻ യേശുവിന് കഴിയും. എൻ്റെ ദൈവം സമ്പന്നനാണ്, അവൻ നീതിയുടെ ന്യായാധിപതിയാണ്. നിനക്ക് നഷ്ടപ്പെട്ടതിൻ്റെ 100,000 ഇരട്ടി മടക്കി തരുവാൻ അവൻ സമ്പന്നനാണ്. ഇവിടെ ഈ ശിഷ്യന്മാർ അതേ 5-8 മണിക്കൂർ തണ്ട് വലിച്ച് കൈ കുഴഞ്ഞ് ക്ഷീണിച്ച അവസ്ഥയിൽ പിന്നീട് അക്കരെ ചെല്ലണമെങ്കിൽ പിന്നെ അത്രയും നേരം തന്നെ പിന്നെയും തുഴയണം. 4 മൈൽ വീണ്ടും തുഴഞ്ഞു വേണം അക്കരെ ചെല്ലാൻ. ആവശ്യമില്ല. കർത്താവ് കയറി വന്നാൽ നിന്നെ നഷ്ടപ്പെട്ട സമയമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് വീണ്ടെടുക്കും. അതുകൊണ്ട് ഏറ്റവും വലിയൊരു ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ, ലോകം ഇന്ന് ഭയാനകമായിട്ട് മരണത്തെയും രോഗത്തെയും ചുറ്റുപാടുകളും ഭയപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ, ദൈവത്തിൻ്റെ പൈതലെ നിനക്കൊരു ഉറച്ച അചഞ്ചലമായ വിശ്വാസമുണ്ടാകണം. എൻ്റെ ദൈവം മതിയായവനാണ്. ആരും എനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്ന് ഒരിക്കലും ഭയപ്പെടരുത്. ഉറപ്പോടെ പോകണം. അവൻ മഹത്വത്തിൽ ജീവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളെ വഴി നടത്തും, നമ്മളെ പുലർത്തും. കഷ്ടങ്ങളുടെ നടുവിൽ അവൻ കൂട്ടായിട്ടുണ്ട്. കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റവും അടുത്ത തുണയായി കൊരവൈരിயின் നടുവിലവൻ മേശ നമുക്കൊരുക്കുമല്ലോ, മേശ നമുക്കൊരുക്കുമല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ഞങ്ങളുടേതായിട്ടുള്ള കഷ്ടതകളുടെയും വേദനകളുടെയും ഒറ്റപ്പെടലുകളുടെയും തകർച്ചകളുടെയും നടുവിൽ അങ്ങയോടുള്ള വിശ്വാസത്തിൽ ഒരിക്കലും സംശയം കടന്നുകൂടുവാനിടയാകാതെ, അല്പവിശ്വാസികളായി പോകുവാനിടയാതെ, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് സകലത്തിനും മതിയായ ദൈവമാണ്. ഞങ്ങളെ ഒരിക്കലും കർത്താവ് വെറും കൈയോടെ തകർന്നു പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല. ഏത് കഷ്ടങ്ങളുടെ നടുവിലും അങ്ങ് ഏറ്റവും അടുത്ത തുണയാണ്. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. ഈ മാരകമായ മഹാരോഗം മൂലം കെടുതി അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അങ്ങ് ആശ്വാസവും പ്രത്യാശയുമാകണമേ. രോഗികൾക്ക് മാത്രമല്ല, രോഗനിമിത്തം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കെടുതികളിലും കിടന്ന് വലയുന്നവരെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയിൽ ആശ്രയം വെച്ചിരിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഇതുവരെ അപ്രകാരം ആശ്രയം വെക്കുവാൻ കഴിയാതെ വന്നിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സന്നിധി സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ നീ സഹായിക്കണമേ. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ
അനുഗ്രഹിക്കട്ടെ.